ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ നശിച്ച നാട്ടിൽ നിന്ന് പോണേടാ, ഇവിടെ ഒന്നും നിന്നിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും പോട്ടെ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടെ എന്ന്. ഇതായിരുന്നു ആ ഒരു 2018 മുതലുള്ള ഒരു സ്ലാങ് ഞങ്ങൾ യങ്സ്റ്റേഴ്സിന്റെ. ഓക്കെ, അപ്പോഴും ഞാൻ പിടിച്ചിരുന്നു. ഓക്കെ, എനിക്ക് അറിയാം. കാരണം എനിക്ക് എന്റെ നാട് തന്നെയാണ് ഏറ്റവും വലുത്. കാരണം എന്റെ വീട്ടുകാർ, എന്റെ കൂട്ടുകാർ, ഇതൊക്കെ തന്നെയാണ് എനിക്ക് പ്രയോറിറ്റി. പണം എന്നുള്ള സംഭവം നിസ്സാരമായിട്ട് ഉണ്ടാക്കുന്നേ ഉള്ളൂ. പക്ഷേ അപ്രോക്സിമേറ്റ് ഇപ്പൊ എന്റെ കയ്യിൽ 0 റുപ്പീസേ ഉള്ളൂ. പക്ഷെ എനിക്കറിയാം ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്പന്നായിരിക്കും. ഓക്കെ, അതെല്ലാം ഫ്യൂച്ചറാണ്, അതെല്ലാം എന്റെ കയ്യിൽ പ്രൊഡക്റ്റബിൾ ആണ്. കാരണം 2025 21 റിലാക്സ് പേഴ്സണൽ ആ ഒരു ഐഡിയ കൊണ്ടുവന്നത്. അപ്പൊ 25 കറക്റ്റ് റെലവെന്റ് ആയി. വേൾഡ് വൈഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എല്ലാവിധ പ്രൊഡക്ട്സും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, അതായത് ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, സന്തോഷം, സമാധാനം, ആരോഗ്യം, സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതിൽ നിന്നല്ല മോക്ഷം. അപ്പോ ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ 2025 ഞാൻ പറയുന്ന കാര്യം 2030 കാര്യം അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഞാൻ ആകാശം എന്ന് പറയുന്നതല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഡെവലപ്ഡ് കൺട്രീസിൽ റിസർച്ചും കാര്യങ്ങളെല്ലാം വഴി അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പ്രതികരിക്കണം. ഓക്കെ, 2021 മുതൽ 25 വരെയും എന്റെ മാത്രം കാര്യമായിരുന്നു. അതായത് എന്റെ ആ ഒരു ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഒറ്റക്ക് കഷ്ടപ്പെട്ടു. പക്ഷെ 25 മുതൽ 30 വരെയുള്ള ഈ സമസ്ത പ്രപഞ്ചത്തിന്റെയും കാര്യമാണ്. അതായത് ഈ ഭൂമിയെ നശിപ്പിച്ച്, കുഞ്ഞുങ്ങളെ നശിപ്പിച്ച്, ഈ ഭൂമി ഇല്ലാതാക്കി ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്ന കൺസെപ്റ്റാണ് അവരുടെ. അപ്പൊ ഇത് പ്രതികരിക്കാതിരിക്കുന്നത് ശുദ്ധമണ്ഡലം തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, ഇപ്പൊ പോയിരിക്കുന്ന എല്ലാവരും അല്ലേ, അതായത് സ്വന്തം അച്ഛനും അമ്മക്കും ഗതിയില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തു പോയിട്ട് അവർ ഉപേക്ഷിച്ച് പോകുന്ന പോലെയാണ് സ്വന്തം നാട് ഗതിയില്ലെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നത്. പക്ഷെ ഇന്ത്യ എന്നുള്ള മഹാരാജ്യം അത്രയും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ആർക്കും അത് പറ്റില്ല. കാരണം അവൻ ആ പഠിച്ച് 20-25 വർഷം അവനെ കൊണ്ട് പഠിപ്പിച്ചത് അവൻ ജസ്റ്റ് ഒരു എംപ്ലോയി ആ ഒരു കൺസ്യൂമർ ആവുന്നുള്ള കൺസെപ്റ്റിലാണ്. അതായത് നമ്മുടെ വീട്ടുകാർ ഉൾപ്പെടെ. ഓക്കെ, ഇന്നലെ പോലും എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായി. എന്നോട് പറഞ്ഞു പണിക്ക് പോ 15,000 രൂപ പണിക്ക് പോ. അതായത് ഇവിടെ 15,000 കോടി, 20,000 കോടി, 50,000 കോടി നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് തുടങ്ങി വെച്ച എന്നോട് എന്റെ അച്ഛൻ, ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ, പറയുന്നു നീയും പണിക്ക് പോ. അപ്പൊ അതാണ് ആ ഒരു മെന്റാലിറ്റി. അപ്പൊ ഇവിടെ തെറ്റ് കാണുന്ന ആൾക്കാർ സ്വന്തം അച്ഛനാവാം, അമ്മയാവാം, ഗവൺമെന്റ് ആവാം, അല്ലെങ്കിൽ പറയുന്ന സൊസൈറ്റി ആവാം, ഇവിടുത്തെ വെറുതെ സ്റ്റുപ്പിഡായിട്ടുള്ള സിനിമാ നടന്മാരാവാം, ഇവരെല്ലാം തെറ്റ് കാണിച്ചാൽ തെറ്റാണെന്ന് തന്നെ പറയണം. കാരണം ഇവരെല്ലാം നടക്കുന്നത് പണത്തിന് പുറകെയാണ്. അതായത് ഈ പണം ഇട്ട് കൊടുക്കുന്നത് ഈ സുപ്രീം അതോറിറ്റിയും. ഓക്കെ, അതായത് കപ്പിച്ച പോലെ ഇട്ട് തരുന്ന ഒരു പണം ഇങ്ങനെയൊന്ന് മേടിക്കാനാണെങ്കിൽ ആർക്കും പറ്റും. പക്ഷെ അവർ ആ ഒരു ഇട്ടിൽ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കുടുങ്ങും. അത് തന്നെയാണ് ഇപ്പോൾ RBI എല്ലാം യൂസ് ചെയ്ത് അവർ ചെയ്യുന്നു. ഓക്കെ, സ്വർണ്ണ പണയം എല്ലാം വെച്ചു. അവരിപ്പോ പറയുന്നു രണ്ടാമത് ആ പലിശ അടച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ആ സ്വർണ്ണം അവർക്ക് വേണം. അതായത് എന്തൊരു നിയമം ഇവിടെ വരുമ്പോഴും നമ്മൾ അത് കൈകെട്ടി ഇങ്ങനെ ഓംബ്ര എന്ന് പറഞ്ഞ് അനുസരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു വിഡിത്തവും അടിമത്തവും. ആ ഒരു അടിമത്തം എന്തായാലും ഞാൻ ചെയ്യാൻ ഭാവിക്കുന്നില്ല. കാരണം ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്കെതിരെയും സമൂഹത്തിനെതിരെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പക്ഷി മൃഗാദികൾക്കെതിരെ ആയപ്പോൾ ഞാൻ അവർക്കെതിരെ വന്നു. കാരണം എനിക്ക് ആരെയും പേടിയില്ല. കാരണം ഭയം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിനെല്ലാം ഒരു പേടിക്കേണ്ട ആവശ്യമുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയം എന്നുള്ളൊരു സംഭവമേ എന്റെ ജീവിതത്തിൽ ഇല്ല. അതോടൊപ്പം ഞാൻ ഇതെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് ഇതെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്തെല്ലാം ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം ഇതെല്ലാം നമ്മുടെ തന്നെ കൺട്രോളിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുന്നതാണ്.